തിയേറ്ററിൽ സിനിമകൾ ഓടുന്നതിനേക്കാൾ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ കോവിഡിന് ശേഷം OTTs ആണ് ഇച്ചിരി ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആയാലും ആമസോൺ ആയാലും കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമ, മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ പോലും ഓൾറെഡി OTTയിൽ ഇങ്ങനെ കച്ചവടങ്ങളായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി തീരുമാനങ്ങളായിട്ട്. ഒരിക്കലില്ല, തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി 225 പടങ്ങളിൽ എത്ര എണ്ണം OTTയിൽ വരുന്നു? പെർസെന്റേജ് അറിയാം. 140ഓളം സിനിമകൾ വെളിച്ചം കാണാൻ ഇരിപ്പുണ്ട്. OTT ഒക്കെ ഒരു ഫിനോമിനാണ്, ഒരു ടെമ്പററിയാണ്. അതൊന്നും കൃത്യമായിട്ട് അറിയാം എനിക്ക് 2024 ഓരോരോ OTT പ്ലാറ്റ്ഫോമും എത്ര മലയാള സിനിമകൾ ഇറങ്ങാൻ പോകും. ഇതൊന്നും വരാൻ പോകണില്ല. ഇനി ബോക്സ് ഓഫീസ് നല്ല സിനിമകൾ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ OTTയിൽ വന്നിട്ട് കാണാം എന്ന് പറയുന്നത് ഒരു വിദ്യ മാത്രമാണ്. ഒരിക്കലും വരാൻ പോകില്ല. ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു 25 to 30% അല്ലാതെ ഇതെല്ലാം ഈ ജനങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഇത് OTT വന്നിട്ട് കാണാൻ. നോ, വരാൻ പോണില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക. OTTയുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കും ഈ പാൻ സൗത്ത്, പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് സബ്സ്ക്രിപ്ഷൻ ട്രെയിൻ നടക്കുന്നുണ്ട്. അവർക്ക് എന്തിന് മലയാള സിനിമ എടുക്കണം? പല OTT പ്ലാറ്റ്ഫോംസും പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളം ഡബിങ് കൂടെ ചേർത്തെടുക്കുമ്പോൾ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് ഇവിടുന്ന് പോകുന്നത്. മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പൊ നമ്പർ ഓഫ് മലയാള സിനിമ കുറയാണ്. നമ്മളിവിടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ആ സ്വീകാര്യത കാണുമ്പോൾ തെറ്റൊന്നുമില്ല, നല്ല കണ്ടന്റ് കാണുന്നില്ല, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണും. പക്ഷെ മലയാള സിനിമയ്ക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ ഓടിയില്ലെങ്കിൽ ഇതിന്റെ ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷമൊന്നും വേണ്ട, ഈ വർഷം തന്നെ നമുക്ക് കാണാൻ എന്താവും നോക്കാം.